തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലുണ്ട്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പിള്ളി സാർ കൂടിയുണ്ട്. സാറിനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സിസ്റ്റർ, ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ അമിതമായി സന്തോഷിക്കാറുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അമിതമായി സങ്കടപ്പെടാറുമുണ്ട്. ഇതൊരു ഈ സന്ദർഭങ്ങളിൽ നമ്മൾ പല പ്രവർത്തികളും നമ്മൾ അറിയാതെ തന്നെ പല പ്രവർത്തികളും പല വാക്കുകളും പറഞ്ഞു പോകുന്നു. ഇതൊരു കോമൺ കണ്ടീഷൻ ആണോ? തീർച്ചയായിട്ടും ഒത്തിരി പേരുടെ ഒരു ചോദ്യം തന്നെയാണ് ഇത്. കാരണം നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. മാനുഷികമായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ടാകുന്നു, മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു. ഈ വികാരങ്ങളുടെ എല്ലാം ഒരു സമന്വയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പേരും നമ്മുടെ ക്ലയൻസ് ആയിട്ട് വരുന്നവർ ചോദിക്കാറുണ്ട്, സിസ്റ്റർ എനിക്ക് അങ്ങ് സങ്കടം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടമായി പോകുന്നു, സന്തോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോകുന്നു. ഇതിനെ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അതങ്ങനെ വരാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്ന് പ്രകൃതിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നല്ല വേനൽക്കാലം, പക്ഷേ ചിലപ്പോൾ ആ ഒരു വേനലിൻ്റെ ഒരു സമ്മർദ്ദം കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒന്ന് കാർമേഘം മൂടുന്നു, പെട്ടെന്ന് മഴ പെയ്യുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ആ വേനൽക്കാലത്ത് ഒരു സമ്മർ ടൈമിൽ ഒരു പ്രാവശ്യം മഴ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും അതൊരു മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു സീസണുണ്ട്, സീസണിൽ ഒരു സമയത്തേക്കുള്ള നമ്മുടെ കാലാവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലൂടെയും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ വികാരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെയും ഒരു സങ്കടത്തിൻ്റെയും എല്ലാം പ്രതീതി വരുന്നതാണ്. അത് ക്വൈറ്റ് നാച്ചുറൽ ആൻഡ് ഒരു ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പല നമ്മൾ വിചാരിക്കാത്ത ചില അബദ്ധങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടാറുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സിസ്റ്ററുടെ ആ ഒരു ഇതിലുണ്ടായിട്ടുണ്ടോ? ടീച്ചർ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയത് ഒരു കേസാണ്. കാരണം ഈ അടുത്തിടയ്ക്ക് തന്നെ വന്നൊരു ഏകദേശം 26 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ വന്നിരിക്കുന്നത്, സിസ്റ്റർ ഒരു ജനറൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് സന്തോഷം വരും, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് എനിക്ക് സങ്കടം വരും. അപ്പം അതിനേക്കാൾ എനിക്ക് പ്രശ്നമുള്ളത് ഈ സന്തോഷം വരുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോകും. അപ്പം ഈ എക്സൈറ്റഡ് ആകുമ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിക്കാത്ത പലതുമാണ് പലപ്പോഴും പറഞ്ഞു പോവുക, ചെയ്തു പോവുക ഒക്കെ ചെയ്യുന്നത്. അപ്പം അതേപോലെ ഒരു ട്രാപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ട്രാപ്പ് എന്താ? അപ്പോൾ പുള്ളിക്കാരത്തി ഒരു PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് ലഭിക്കണം എന്നാണ് പുള്ളിക്കാരത്തിയുടെ വലിയൊരു സ്വപ്നമാണത്. ഇങ്ങനെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ ഒരു പ്രപ്പോസൽ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ലക്ഷ്യബോധമുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് പോവണ്ട എന്ന് തന്നെയുണ്ട്. അത് തന്നെയല്ല, പ്രപ്പോസൽ വലിയ ഒരു സ്വീകാര്യത ഉള്ളതായിട്ടും തോന്നിയില്ല. അപ്പോൾ പുള്ളിക്കാരത്തി അതൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഓക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആസ് യൂഷ്വൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, PSC എക്സാം എഴുതി, റിസൾട്ട് വന്നപ്പോഴത്തേക്കും ലിസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ലിസ്റ്റിൽ കയറി എന്ന് പറയുന്ന സമയം ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആയിരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ പയ്യൻ വിളിച്ചു, കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പ്രപ്പോസലിൻ്റെ കാര്യം റിമൈൻഡ് ചെയ്തു. ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വേറെ ഒന്നും ചിന്തിച്ചില്ല, യെസ് പറയുവാണ് ചെയ്തത്. പിന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ 1-2 ദിവസത്തേക്ക് ഒരു വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ സോക്കോൾഡ് അവിടെ ഒരു പ്രപ്പോസൽ ഫിക്സ്ഡ് ആയതുപോലെ തന്നെ ആയി. അതിനുശേഷം ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് പുള്ളിക്കാരത്തി റിയലൈസ് ചെയ്യുന്നത് ഞാൻ ചെയ്തത് അത്ര ശരിയായില്ല, പുള്ളിക്കാരത്തേക്കും അവരുടെ വീട്ടുകാർക്കും യോജിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല അത്.
സോ ഞാനതപ്പം തെറ്റ് ചെയ്തു പോയി. പിന്നീട് പുള്ളിക്കാരനോട് ഇത് പറയുന്നു, ഞാനത് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു പോയതാന്ന് പറയുന്നു, പിന്നെ അതൊരു കോൺട്രഡിക്ഷനിലേക്ക് പോവുകയാണ്. അപ്പം ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തി ഇത് വേറൊരു ഫ്രണ്ടുമായിട്ടത് ചർച്ച ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ശരിക്കും ഇതുപോലെ ഒത്തിരി സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്, പല കേസുകളും നമ്മൾ കാണുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതുപോലെ പെട്ടെന്ന് എക്സൈറ്റഡ് ആകുമ്പോൾ പല കാര്യങ്ങളും ഓഫർ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പം വിഷമം വരുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് സാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെയും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സാറിൻ്റെ പ്രാക്ടീസിലും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം വന്നു, എക്സൈറ്റഡ് ആയി കാര്യങ്ങൾ പറയുന്നു. ഞാൻ പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, നമ്മുടെ ഈ കുട്ടികളാണ് മിക്കവാറും കുട്ടികളെ ഈ 10ാം ക്ലാസ്സൊക്കെ പാസ്സാവുന്നതിനെ കുറിച്ച് പ്രാർത്ഥനയും പഠനവും മാതാപിതാക്കൾ ഭയങ്കര അങ്ങനെ അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ A+ കിട്ടി. അതോടുകൂടി മറ്റേ ഓരോ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ വരുന്നു, പള്ളിയിൽ വിളിച്ചു പറയുന്നു, അമ്പലങ്ങളിൽ വിളിച്ചു പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുട്ടി വേറൊരു ലെവലിലേക്ക് ഒരു വലിയൊരു സന്തോഷത്തിലേക്ക് പോകും. അപ്പോൾ അവൻ്റെ ടേസ്റ്റോ ആപ്റ്റിറ്റ്യൂഡോ ഒന്നും നോക്കാതെ തന്നെ മാതാപിതാക്കളൊരു തീരുമാനം എടുക്കും. ആ ഒരു സന്തോഷത്തിൻ്റെ ലഹരിയിൽ ഇപ്പോൾ എന്നാ മാത്സ് ആവട്ടെ അല്ലെങ്കിൽ സയൻസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് +1 +2 കഴിയുമ്പോഴാണ് ഇവർക്ക് ഇനി അവൻ്റെ ടേസ്റ്റ് പിന്നെ വേറൊരു ലെവലിലാണെന്നുള്ളത് മനസ്സിലാവുന്നു. അപ്പോൾ അത് ആ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ചേർക്കുന്നു. പിന്നെ ഈ കുട്ടികളുടെ ഒന്നും തന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെ 2-3 മാസം കഴിയുമ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ഓർക്കക്കുറവും ഒരു രീതിയിലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്ന പേഷ്യൻസിൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നമുക്ക് അവർക്കൊരു പ്രൊഫഷണൽ ഗൈഡ് ലൈൻസാണ് നമുക്ക് വേണ്ടത്. കാരണം ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാം, അതുപോലെ വിശപ്പില്ലായ്മ ഉണ്ടാവാം, പിന്നെ ഹോം സിക്നസ് ഉണ്ടാവും ഹോസ്റ്റലിലാണെങ്കിൽ. അപ്പോൾ ഇതൊരു നമ്മുടെ കേരളത്തിൽ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് ഭയങ്കര സംഭവം തന്നെയാണ്. സിസ്റ്ററിന് കൂടുതൽ പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് ആ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതൊരു കോമൺ ഫാക്ടറാന്ന് പറഞ്ഞല്ലോ, ഇതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണോ ചില വ്യക്തികളിൽ? ഓക്കെ, നമുക്കിതിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു വെക്കാനും സാധിക്കില്ല. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇമ്പൾസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു ചാടി പെരുമാറുന്ന ഒരു പെരുമാറ്റ ശൈലി അവർക്കുണ്ടായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് ആ ഒരു സമയത്ത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് എലമെന്റ്, ഈ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻ്റെ ബേസിക് എലമെന്റ് ഉള്ളവർക്കാണ് ഇതേപോലെയുള്ള ഒരു എക്സൈറ്റഡ് ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവരുടെ കൈവിട്ടു പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കേസ് വന്നത്, ഞാൻ വേറൊരു കേസ് ഓർക്കുവാണ്, ഇതേപോലെ തന്നെ ഡസ്പായ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിനു മുൻപ് ഇതിനേക്കാളും നല്ലൊരു ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നല്ല രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നല്ല ഒരു പ്രൊഫഷണൽ സ്കില്ലുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പം മരിക്കാൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടായ ചില കണ്ടുമുട്ടലുകളാണ് പിന്നീട് നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് സാധ്യമായി തീർന്നത്. അപ്പോൾ ഇവിടെയും അദ്ദേഹം പങ്കുവെച്ചൊരു കാര്യം ഇതാണ്, സിസ്റ്ററെ, എനിക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഇമ്പൾസീവ് ടൈപ്പാണ് പുള്ളി. എന്ത് കാര്യത്തിനും ആങ്ഷ്യസ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇമ്പൾസീവും ആണ്, എടുത്തു ചാടി പെരുമാറുന്ന ഒരു ശൈലിയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു കോമൺ കണ്ടീഷനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പം നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ ഈ ചർച്ചയുടെ സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ കാണാനായിട്ട് വരുന്നു. സോ നമ്മൾ എക്സൈറ്റഡ് ആവുന്നു. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഇടയിലാണ് എന്ന് പോലും നമ്മൾ ഓർക്കാതെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു വെർബലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ളൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക, ഇത് കോമൺ കണ്ടീഷനാണ്. പക്ഷേ ഇത് കൂടുതൽ കാണിക്കാനായിട്ട് ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് പോലെയുള്ളത്
സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോട്ടറി ഒക്കെ അടിക്കുന്ന ആൾക്കാരില്ലേ, അപ്പൊ അവര് അനുഭവിക്കുന്ന അത് സിസ്റ്ററിന് എന്തെങ്കിലും കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. കാരണം ഭയങ്കര ഹാപ്പിനെസ് വന്നിട്ട് പിന്നെ അവര് മിക്കവാറും ഞാൻ കേട്ടിരിക്കുന്ന പിന്നീട് അത് ഭയങ്കര ഡൗൺ ആയി പോകുന്നൊരു അവസ്ഥ പിന്നീട് ഉണ്ടാകാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് സിസ്റ്ററിന്റെ ഒരു ഇതിൽ നമ്മളൊരു സൈക്കോളജിക്കൽ ഒരു ടേം തന്നെയുണ്ട്, ഒരു ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത്. ഒരു ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ, പ്രഷറിൻ്റെ ഒരു ബേസ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബേസ് ലൈനിലാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ആ ബേസ് ലൈനിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ, ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ലെവലുണ്ട്. പക്ഷേ ഇതേപോലെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ലെവലിലല്ല നിൽക്കുന്നത്. നമ്മൾ ആ ലെവലിൽ നിന്നങ്ങ് കുറച്ച് മേളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് ഈസ് വെരി ഷോർട്ട് ടേംഡ്. അതൊരു വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് 2 ദിവസം നിൽക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ആഴ്ച നിൽക്കാം, അതാണ്. പക്ഷേ അതിൽ നിന്ന് തിരിച്ച് നമ്മളിത് ഹെഡോണിക് ആക്ഷനിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ബേസ്മെന്റിലേക്ക് നമ്മൾ വരും. അതാണ് ഈ സൈക്കോളജിയിൽ ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നൊരു ടേം സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രെഡ്മില്ലിൽ നമ്മൾ ഓടുന്നു, പക്ഷെ ഓടിയാലും നമ്മൾ ആ തിരിച്ച ഒരു പ്ലേസിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സങ്കടത്തിൻ്റെ കാര്യവും. ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയുക നമ്മൾ എക്സൈറ്റഡ് ആണോ, ഈ എക്സൈറ്റ്മെൻറ്റിൽ നിന്നാണോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുവാണ്, ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, ഗൾഫിൽ ജോലി കിട്ടി. അപ്പോൾ ജോലി കിട്ടി, അതിൻ്റെ വിസ കാര്യങ്ങളെല്ലാം റെഡിയായി, ടിക്കറ്റ് എടുത്തു, പോകാനായിട്ടുള്ള ദിവസങ്ങൾ അടുത്ത് നിൽക്കുമ്പോഴാണ് പുള്ളിയുടെ ഒരു കൂട്ടുകാരി, ഒരു ഫ്രണ്ട് ഒരു പോളിസി ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നിനക്കത് ഭയങ്കര പ്രയോജനമാകും. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സിറ്റുവേഷനിൽ ആ പോളിസി എടുക്കാൻ പറ്റുന്ന ഫിനാൻഷ്യൽ സെറ്റപ്പ് കക്ഷിക്കില്ല. പക്ഷെ പുള്ളി എനിക്കൊരു ജോലി കിട്ടുന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഒരു പുറത്തേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റ് നിൽക്കുമ്പോഴാണ് ഈ ഒരു പോളിസിയായിട്ട് അടുത്തയാൾ വരുന്നത്. ഉടനെ അതിന് ചാടിപ്പുറപ്പെടുവാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, സിസ്റ്റർ എനിക്കത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ എനിക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ലോസ് അതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാരൊക്കെ പറയും, നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ഡെസ്പായിരിക്കുമ്പോഴോ ഒരു കാര്യം ഒരാളോട് ഓഫർ ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരിക്കലും ഈ ഒരു സ്പൈക്ക് ലെവലിൽ ആയിരിക്കരുത്. നമ്മൾ ഓവർ എക്സൈറ്റഡ് അല്ല, ഡെസ്പായിരിക്കുന്ന സമയത്തും അങ്ങനെ എടുക്കാൻ പാടില്ല. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. സിസ്റ്റർ, മുതിർന്നവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ കുഞ്ഞുങ്ങൾ, നമ്മളിപ്പോൾ പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കുടുംബങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു വിജയവും അല്ലെങ്കിൽ എന്ത് കാര്യമായാലും വളരെ ഉയർന്ന രീതിയിൽ ആഘോഷിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതും, അല്ലേ? അപ്പോൾ ഇത് അവരെ ബാധിക്കുന്നില്ലേ? കാരണം അവരുടെ ഒരു പേഴ്സണാലിറ്റി അവർ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ അവരെ ഇപ്പം സന്തോഷമായാലും സങ്കടമായാലും കുടുംബങ്ങളിൽ തന്നെ ഒരു സമനിലയിൽ നിർത്താൻ, ഒരു ലെവലിൽ നിർത്താൻ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ടീച്ചറെ ചോദിച്ചാൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആഘോഷങ്ങളെ ആർഭാടമാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം ആഘോഷം വേണ്ട എന്നോ സെലിബ്രേഷൻസ് വേണ്ട എന്നുള്ളതല്ല. സൈക്കോളജിയിൽ നമ്മൾ സെലിബ്രേഷൻസിനും ആഘോഷങ്ങൾക്കും എല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറച്ചുകൂടി ഒരു ബൂസ്റ്റിംഗ്, ഒരു പോസിറ്റിവിറ്റിയിലേക്കൊക്കെ കൊണ്ടുവരുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഈ ആഘോഷങ്ങളെന്ന്. പക്ഷേ ഈ അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങളിലൂടെയുള്ള ആഘോഷങ്ങൾ, അത് നമ്മൾ നോക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പം കുട്ടികളുടെയൊക്കെ കാര്യങ്ങളിൽ ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻസ് തീർച്ചയായിട്ടും വേണം. ബർത്ത്ഡേ സെലിബ്രേഷൻസ് വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ
അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഓക്കെ ഈ ഒരു രീതിയിലാണ് ആഘോഷിച്ചത്. അപ്പം സെക്കൻഡ് ഇയറിൽ കുട്ടിയുടെ ചിന്ത എന്തായിരിക്കും? കുറച്ചുകൂടി ബെറ്റർ വേയിൽ ആഘോഷിക്കണം എന്നുള്ളത്. അപ്പം നമ്മളെപ്പോഴും ആ ഒരു ബേസ് ലൈൻ മറന്നു പോകുന്നുണ്ട്. ഈ ബേസ് ലൈൻ മറന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന സൈക്കോളജിക്കൽ ത്രഷോൾഡ് ഉണ്ട്. നമ്മുടെ ഓരോ ഇമോഷൻസും നമ്മളിൽ ഫീൽ ചെയ്യേണ്ട ഒരു ത്രഷോൾഡ് ഉണ്ട്. ഇപ്പം ഒരു കുട്ടിയെ നമ്മൾ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയെ ഹൈ വോളിയത്തിൽ ഒരു 3-4 പ്രാവശ്യം വിളിക്കുന്നു. അപ്പം ആ കുട്ടിയിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതി, എന്നെ ഈ രീതിയിൽ വിളിച്ചാലേ കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഇപ്പോൾ സാധാരണ ഒരു പേര് വിളിക്കുന്ന ഒരു കുട്ടി നോക്കുന്നു. പിന്നീട് ആ കുട്ടിയെ എന്തെങ്കിലും പെറ്റ് നെയിം ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. പിന്നെ ആ ഒരു പെറ്റ് നെയിം വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം പേര് വിളിക്കുമ്പോൾ കുട്ടി ചോദിക്കും, ഇത്ര നാൾ എന്നെ മുത്തേ ചക്കര എന്നല്ലേ വിളിച്ചേ, എന്താ എന്നെ ഇപ്പൊ ഇങ്ങനെ വിളിച്ചത്? സോ ആ ഒരു ലെവലിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ലേ? ഇതേപോലെ തന്നെയാണ് ആഘോഷങ്ങളുടെയും കാര്യം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു സെലിബ്രേഷൻ, അത് നമ്മൾ മാതാപിതാക്കളുടെ ഒരു തീരുമാനമായിരിക്കണം, മക്കളുടെ തീരുമാനം ആവരുത്. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ ഈ നമ്മൾ പറയുന്ന ഈ ഒരു ബേസ് ലൈൻ, എക്സ്പെക്ടേഷൻ ബേസ് ലൈൻ ഇവർക്ക് മാറിപ്പോകും. അതെ, 1-2 കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ, അവരുടെ കാര്യങ്ങൾ എത്രത്തോളം ആഘോഷമാക്കാൻ പറ്റുമോ എന്ന് കരുതി നടക്കുന്നവരാണെന്ന് തോന്നുന്നുണ്ട്. ഇത് പിന്നീട് മുതിർന്നു വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു കുട്ടി ഹോസ്റ്റലിലേക്ക് പോയി, ഹോസ്റ്റലിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചെയ്തിരുന്നത് പോലെ ഉള്ള ബർത്ത്ഡേ കേക്ക് അവിടെ കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഹോസ്റ്റലിലെ ജീവിതം ഉപേക്ഷിച്ച് പഠനവും ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു കേസ് എനിക്കറിയാം. അത് നമ്മുടെ ഇടുക്കിയിലെ കുട്ടിയെ കൊണ്ടുവന്ന് നിൽക്കുന്നത്. അപ്പം എന്താ കാരണം? എന്താ? എൻ്റെ കൂട്ടുകാർക്കൊന്നും എന്നെ ഇഷ്ടമില്ല. അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്താ? അവര് എന്നെ വേണ്ട പോലെ നോക്കുന്നില്ല. എങ്ങനെ? എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ്, ആ ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ അത് കേക്ക് മുറിക്കുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വായിൽ വെച്ച് തരുന്നു. സോ എക്സ്പെക്റ്റേഷനാണ്. ഇതവിടെ നടന്നില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കൊരു അഡാപ്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ ടു ദ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊരു മാരേജിന്റെ ഫംഗ്ഷനിലേക്ക് കടന്നാലോ? അത് അതിനേക്കാൾ വലിയ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാജിക് കോമഡി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോമഡി ആസ്പെക്ട് പിന്നെ ട്രാജഡി ആയിട്ട് പോകുന്ന പോലെയൊക്കെയുള്ള കണ്ടീഷൻസ് യാതൊരു ബന്ധമില്ലാത്തതാണല്ലോ രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ചില വിവാഹ മോചനങ്ങളൊക്കെ അതിന്റെ കേസസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മൾ പറയാം, ഓക്കെ ഈവന്റുകൾ പറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഇവന്റ്സിലാണ് നിങ്ങൾക്ക് തോന്നിയത് ഹസ്ബൻഡിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ വൈഫ് ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് എന്താ പറയാനുള്ളത്? ഇവന്റ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഇതാണ്, ഓക്കെ ഫോട്ടോഷൂട്ടിന് പോയപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തില്ല. സോ ആക്ച്വലി ഒരാൾ അതിൽ എക്സൈറ്റഡ് ആയിരിക്കും, മറ്റയാൾ ചിലപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് പൊസിഷൻ അല്ലായിരിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ എക്സൈറ്റഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതലായിട്ടും പ്രശ്നം ഉണ്ടാകാനായിട്ട് സാധ്യത. ഈ ഒരു തലത്തെ നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലെ? കുടുംബമാണ് ഇതിന്റെ ഒരു മാതൃക കാട്ടേണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരങ്ങളാണ് തയ്യാറാക്കി കൊടുക്കാൻ. അതിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിത ശൈലി ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അല്ലേ സിസ്റ്റർക്ക് എങ്ങനെയാ തോന്നുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഒരു നമ്മൾ പറഞ്ഞ ഹാപ്പിനെസ് ബേസ്മെന്റ് അല്ലെ ബേസ് ലൈൻ, അതൊരു ഒപ്റ്റിമം ലെവലിലായിരിക്കണം. ഇപ്പൊ ചിലരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവരെപ്പോഴും ഒരുമാതിരി കഞ്ഞിയിൽ കഷായം കലർത്തിയ പോലെയായിരിക്കും. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യത്തെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സ്വീകരിക്കാനും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താനും നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുടുംബത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ആണെങ്കിലും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊരു കാര്യം കിട്ടി, ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്ന ഒരു ചോക്ലേറ്റ് ആണെങ്കിലും കൊടുത്തു, സോ
ഓക്കെ എനിക്ക് ആ ചോക്ലേറ്റ് കിട്ടി, അവരോട് ഒരു താങ്ക് യു പറയുക. താങ്ക് യു. അപ്പൊ അവരുമായിട്ടൊരു ബന്ധം, ഓക്കെ ആ ഒരു അങ്കിളിന് അല്ലെങ്കിൽ ആ ഒരു ആന്റിക്ക് എന്നോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അമ്മ ഇത്ര എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. സോ വാല്യൂ അതേഴ്സ്, ഒരു അവരുടെ ഒരു എന്താ പ്രവർത്തികൾ, ആക്ഷൻ ആൻഡ് ഓൾസോ നമ്മുടെ കാര്യങ്ങൾ. അതായത് നമുക്ക് നമ്മളൊരു വാല്യൂ കൊടുത്താലേ വേറൊരാൾ നമുക്ക് തരുന്ന കാര്യത്തിന് വാല്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓരോ കുഞ്ഞു കാര്യങ്ങളിലും വാല്യൂ ഉള്ളതാണെന്ന് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് തന്നെ അവിടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ സ്കിൽസ്, അതുപോലെ തന്നെ സെൽഫ് അവയർനെസ് പ്രോഗ്രാം ഒക്കെ നമ്മൾ ചെയ്യും. ഈ സെൽഫ് അവയർനെസ് പ്രോഗ്രാമിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു മൊഡ്യൂളാണ് സെൽഫ് വാലിഡേഷൻ. അതായത് എന്നെ വാല്യൂ ഉള്ളതായിട്ട്, എനിക്ക് എൻ്റെ മൂല്യമുണ്ട് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ കമ്പയർ ചെയ്യും. അപ്പൊ നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് ഓർ ഡോണ്ട് കമ്പയർ വിത്ത് ദ സിറ്റുവേഷൻസ്, ബട്ട് കോംപ്രമൈസ് ആൻഡ് അക്സെപ്റ്റ് വിത്ത് യുവർ സെൽഫ്. അതായത് നമ്മളിൽ തന്നെ ഒരു തികവ്, ഒരു നിറവ് അനുഭവിക്കുക, അതൊരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ഈ ഒരു ഹാപ്പിനെസിന്റെ ബേസ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞുങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു കുട്ടിക്കാലത്ത്, ചൈൽഡ്ഹുഡിൽ, അഡോളസെൻസിൽ, കാരണം അഡോളസെൻസിലൊക്കെയാണ് കൂടുതലും ഐഡന്റിറ്റിയിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അവിടെയാണ് അവർക്ക് അവരുടെ ജനറൽ ഫിഗർ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിനെയൊക്കെ നോക്കിയിട്ടോ ഇതല്ല ശരി, അപ്പോഴാണ് അവർ പലതരത്തിലുള്ള ഈ കോമാളി വേഷങ്ങളൊക്കെ സോകോൾഡ് അതൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. കാരണം അവരവരിൽ ക്രൈസിസ് പീരിയഡ് ആണ് അല്ലേ ശരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആ കുട്ടിക്കാലത്ത് കൗമാര പ്രായത്തിലൊക്കെ ഒരു സെൽഫ് വാലിഡേഷന്, അതായത് നിനക്ക് മോനെ ഇന്ന ഗുണങ്ങളുണ്ട്, നിനക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, നീ ഇത്രമാത്രം, അല്ലെങ്കിൽ ഇപ്പൊ അവിടെയൊക്കെയാണ് നമുക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ കൊടുക്കാൻ. ദാനമാണ് ജീവിതം എന്നുള്ളത് കുട്ടിക്ക് അറിയണം. ദൈവത്തിന്റെ ദാനമാണ് ജീവിതം. ദൈവത്തിന് നിന്നെ ഇതുപോലെ സൃഷ്ടിക്കാനായിരുന്നു ഇഷ്ടം, ദൈവത്തിന് നിന്നെ ഇതുപോലത്തെ ക്യാരക്ടറോട് കൂടിയായിരുന്നു ഇഷ്ടം. അപ്പോൾ നീ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ ആ ഒരു വാലിഡേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ്സിന് ഒരു ബേസ്മെന്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും ഇങ്ങനെ ഒരു ഹാപ്പിനെസ്സിന്റെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ഹാപ്പിനെസ് സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്കറിയാം, ഒരു 10 സ്റ്റെയേഴ്സ് ഉള്ള ഒരു കോവണിയിൽ കയറാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ 10ാമത്തേൽ നോക്കിയിട്ട് എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ എത്താൻ പറ്റില്ല. സോ 1 by 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ബേസിക്കലി നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കും അടുത്തതിലേക്ക് ഒന്ന് കയറിയാൽ മതിയായിരുന്നു. അടുത്തതിലേക്ക് കയറുമ്പോൾ നമ്മൾ പിന്നെയും അവിടെ തന്നെ നിന്നാൽ മതി എന്നല്ല ഓർക്കുന്നത്, നെക്സ്റ്റിലേക്ക് പോകാൻ. അപ്പോൾ ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഈ ഒരു ഹാപ്പിനെസ് ബേസ്മെന്റിനും വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന സമയത്ത് പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം, വാലിഡേറ്റ് ചെയ്യണം, റീതിങ്കിങ് ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് ദുഃഖങ്ങൾ വരുമ്പോഴും. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ സാർ നേരത്തെ പറഞ്ഞ പോലെ ലോട്ടറി അടിക്കുമ്പോൾ അങ്ങ് എക്സൈറ്റഡ് ആയി എന്നൊക്കെ പറയുന്ന പോലെ പല സന്ദർഭങ്ങളും നമുക്കുണ്ടാവാം, അല്ലെങ്കിൽ പല വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ എക്സൈറ്റഡ് ആക്കിയേക്കാം. പക്ഷേ അവിടെയെല്ലാം നമുക്കൊരു ബേസ്മെന്റ് ഉണ്ട്, ഒരു ബേസ് ലൈൻ ഹാപ്പിനെസ് ഉണ്ട്. ആ ഒരു കാര്യം കൂടി, ആ ഒരു ശരിക്കുമുള്ള റിയാലിറ്റി കൂടി നമ്മൾ ഒന്ന് അംഗീകരിക്കുക. അപ്പോൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴും ഡെസ്പായിട്ട് തീരുമ്പോഴും പെട്ടെന്ന് പൊടുന്നനെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് ചാടാതിരിക്കുക. അവിടെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റീതിങ്കിങ് ആവശ്യമാണ്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ ടോം പയ്യപ്പിള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. ഏവർക്കും നമസ്കാരം.